അന്യ സംസ്ഥാന തൊഴിലാളികൾ ഈ കേരളത്തിൽ വന്ന് 40 ലക്ഷത്തിലേറെ ഇപ്പോഴും അന്യ സംസ്ഥാനം, അതായത് എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെ എല്ലാം പൂത്ത മരങ്ങൾ മാത്രം എന്ന് ചങ്ങമ്പുഴ പാടിയതുപോലെയാണ്. എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെ എല്ലാം അന്യ സംസ്ഥാന തൊഴിലാളികൾ മാത്രം എന്നൊരവസ്ഥയിലേക്ക് കേരളം മാറിയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ മാറിയത് കൊണ്ട് എന്ത് വേണം? അവരെ മിക്കവാറും പേര് അവരുടെ കുടുംബത്തെ നാട്ടിലിട്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഇവിടുത്തെ ഉയർന്ന കൂലി അത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. പിന്നെ അവർക്ക് ഒരു ചെലവുമില്ല ഇവിടെ എന്ന് വെച്ചാൽ എന്താണ് അതിന്റെ അർത്ഥം? 1 ഇന്ത്യ 1 പെൻഷൻ ആ സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് ഈ കേരളം. എല്ലാ സംസ്ഥാനങ്ങളും നടപ്പിലാക്കേണ്ടതാണ്, പക്ഷെ എല്ലായിടത്തും ഒന്നും ആയിട്ടില്ല ഇതുവരെ. പക്ഷെ കേരളത്തിൽ അത് ആയിട്ടുണ്ട്. അപ്പൊ അവരുടെ റേഷൻ അവർക്ക് ഇവിടെ ഇരുന്ന് വാങ്ങാം. അങ്ങനെ ആകുമ്പോൾ റേഷൻ മേടിക്കാൻ പോലും പൈസ മുടക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വരുമ്പോൾ അവർ മേടിക്കുന്ന കൂലി ഒരു മാസം ഉണ്ടാക്കാവുന്ന പണം അതുപോലെ തന്നെ അവരുടെ നാട്ടിലേക്ക് വീട്ടിലേക്ക് അയച്ചു കൊടുക്കാം. ആ വീട് സംരക്ഷിക്കപ്പെടുന്നു, സാമ്പത്തികമായിട്ട് ആ വീട് മെച്ചപ്പെടുന്നു, കുട്ടികൾക്ക് വിദ്യാഭ്യാസം കിട്ടുന്നു. അതൊക്കെ ശരിയാണ്. പക്ഷേ അവരുടെ കുടുംബം അവിടെയാണ് എന്നുള്ള ഒരു അനിശ്ചിതത്വം, ഏകത്വം അവരുടെ കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് നമുക്കറിയാമല്ലോ, എത്ര വയസ്സുള്ളൊരു കൊച്ചുകുട്ടിയാണ് ആലുവയില് കൊന്ന് കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തേണ്ടി വന്നത്. അതുപോലെ എന്തൊക്കെ സംഭവങ്ങളാണ് ഇവിടെയൊക്കെ കേരളം അങ്ങോളം ഇങ്ങോളം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ അധികപ്പറ്റാണ്. അവരെ നമ്മൾ അധികപ്പറ്റായിട്ട് എങ്ങനെ തിരിച്ചയക്കും? തിരിച്ചയക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. കേരളത്തിൽ ജനിച്ചു വളർന്ന് 10ാം ക്ലാസ് പഠിച്ചു അല്ലെങ്കിൽ 8ാം ക്ലാസ് പഠിച്ചു പോയി എന്ന് വിചാരിച്ച് തൂമ്പ എടുത്ത് കിളച്ചാൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അവനവന്റെ വീട്ടിൽ 10 തെങ്ങുണ്ടെങ്കിൽ ആ തെങ്ങിന്റെ മൂട് കിളയ്ക്കാനും തേങ്ങ കയറി ഇടാനും ഒക്കെ അവിടുത്തെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പഠിക്കാവുന്നതേ ഉള്ളൂ. കുടുംബശ്രീ വനിതകൾ തേങ്ങ കയറി തേങ്ങ ഇടുമല്ലോ, അതുപോലെ ഏത് പെൺകുട്ടിക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. അവള് ഗ്രാജുവേറ്റോ പോസ്റ്റ് ഗ്രാജുവേറ്റോ PhD എന്തൊക്കെ ഡോക്ടറോ എന്തോ ആയിക്കൊള്ളട്ടെ. അപ്പോഴും ജോലി ഇല്ലാതെ വീട്ടിലിരിക്കുന്നുവെങ്കിൽ ഈ പറയപ്പെട്ട ഏത് ജോലിയും അവർക്കൊക്കെ ചെയ്യാവുന്നതാണ്, അർഹിക്കുന്ന കൂലി മേടിക്കാവുന്നതുമാണ്. അങ്ങനെ മലയാളികൾ തന്നെ മലയാളക്കരയിലെ ജോലി ചെയ്താൽ അവരുടെ ആരോഗ്യവും മെച്ചപ്പെടും. അവർക്ക് 60+ പോപ്പുലേഷൻ ആകുന്ന സമയത്ത് 60 കഴിയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ വാർദ്ധക്യം പ്രാപിക്കാതെ ആരോഗ്യപരമായിട്ട് ജീവിക്കാൻ പറ്റുകയും ചെയ്യും. അപ്പോ ഈ തരത്തിലെ ഈ അന്യ സംസ്ഥാന തൊഴിലാളികളെ കേരളത്തിൽ തന്നെ സന്തോഷകരമായിട്ട് ആലിംഗനം ചെയ്ത് നിർത്തേണ്ട കാര്യമില്ല. അത് മാത്രവുമല്ല, കേരള ഗവൺമെന്റിന് വലിയ ഒരു അപരാധം ചെയ്തിട്ടുണ്ട് കേരള ഗവൺമെന്റ് ഇവിടുത്തെ ജനങ്ങളോട്. എന്താണത്? തൊഴിലില്ലാത്തവർക്ക് വേതനം, തൊഴിലില്ലായ്മ വേതനം. തൊഴിലില്ലായ്മ ഗവൺമെന്റിന്റെയും കൂടി ഒരു കുഴപ്പമാണ്. പക്ഷെ ഈ 40 ലക്ഷം തൊഴിലാളികൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ വരുന്ന ജോലി ചെയ്യുന്ന തൊഴിലല്ലേ? ആ തൊഴിലെന്താ ഇവിടുത്തെ മലയാളികൾക്ക് ചെയ്തു കൂടാത്തത്? അപ്പൊ ഈ തൊഴിലില്ലായ്മ വേതനം കൊടുക്കുക എന്നുള്ളത് നിർത്തലാക്കുക. കേന്ദ്രത്തോട് പണം കൂടുതൽ ചോദിക്കുകയും കടം മേടിക്കുകയും ചെയ്യുക അല്ല വേണ്ടത്. ഇവിടുത്തെ അനാവശ്യമായ ചെലവുകൾ വെട്ടിക്കുറയ്ക്കുകയാണ് വേണ്ടത്. അങ്ങനെ തൊഴിലില്ലായ്മ വേതനം നിർത്തലാക്കിക്കൊണ്ട് അവരോട് പാടത്തിറങ്ങിയും പറമ്പിലിറങ്ങിയും കിളയ്ക്കുകയും മറ്റു ജോലികളും ചെയ്യാൻ ആവശ്യപ്പെടണം. അവർ 60+ പോപ്പുലേഷൻ ആണെങ്കിലും 10-70 വയസ്സ് വരെ സുഖമായിട്ട് ആർക്കും ജോലി ചെയ്യാം. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് സർക്കാർ മാറുകയാണെങ്കിൽ ഇത്ര ക്രിമിനൽ സ്വഭാവം കേരളത്തിൽ വളർന്നു വരികയില്ല. കേരളത്തിൽ ഇപ്പോൾ ആർക്കും, അതായത് 60 കഴിഞ്ഞവരാകട്ടെ 70 കഴിഞ്ഞവരാകട്ടെ 2 വയസ്സ് കഴിഞ്ഞ കുട്ടിക്ക് പോലും ഇവിടെ ഇരിക്കാൻ വയ്യ. അച്ഛനും അമ്മയും അടുത്തില്ലെങ്കിൽ ഇവിടെ ഇരിക്കാൻ വയ്യാത്ത ഒരവസ്ഥയിലേക്ക് കേരളം ക്രിമിനൽ സ്വഭാവത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും നമ്മൾ അതിന്റെ കാരണം കണ്ടെത്തി അതിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാൻ തയ്യാറാകണം. അപ്പൊ ഇത്തരം ചില ഇഷ്യൂസ് വളരെ ഗൗരവത്തോടെ കേരളം കണ്ടില്ലെങ്കിൽ കേരളം ഇതിനേക്കാൾ വലിയ അപകടത്തിലേക്കും പ്രതിസന്ധിയിലേക്കും ആകും പോകുന്നത് എന്ന് പറയാതെ നിവൃത്തിയില്ല. കാരണം ഇപ്പോ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഒഴുക്ക്, അതായത് യൂറോപ്യൻ കൺട്രീസിലേക്കൊക്കെ കെയർ ഇക്കോണമിയിൽ വർക്ക് ചെയ്യാനും ഒക്കെ ആയിട്ട് പോകുന്നവരാരും തിരിച്ചു വരാൻ പോകുന്നവരല്ല. അവർക്ക് പൗരത്വം കിട്ടുമെങ്കിൽ അവിടെ ജീവിക്കാൻ വേണ്ടി പോകുന്നവരാണ്. ഇപ്പോ ഈ കാണുന്ന പ്രശ്നങ്ങളൊക്കെ ഇവിടെ കൂടുതൽ വർദ്ധിക്കാൻ സാധിക്കും. ഒരു തരത്തിലുള്ള ജനത്തിനും ഇവിടെ ജീവിക്കാൻ വയ്യാത്ത രീതിയിൽ ഇതൊരു അപകട നാടായിട്ട് മാറും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നേരത്തെ തന്നെ വേണ്ടത്ര നടപടികൾ എടുക്കുക. അതിൽ ഗവൺമെന്റ് അലംഭാവം കാണിച്ചാൽ ഈ ഗവൺമെന്റ് അല്ല, ഇതുപോലെ വരാനിരിക്കുന്ന ഗവൺമെന്റുകളും ഇത്തരം പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടി വരും.